ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. വരന്തരപ്പിള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയ 5 വയസ്സുകാരന് മരുന്നുമാറി നൽകിയതായി പരാതി. മുണ്ടിനീരിന് ചികിത്സ തേടിയ കുട്ടിക്ക് നൽകിയത് പ്രഷറിന്റെ ഗുളിക. പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലിയെ നിരീക്ഷിക്കാൻ വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. പുലി ഇറങ്ങി പശുക്കുട്ടികളെ പിടികൂടിയ പ്രദേശത്താണ് അധികൃതർ ക്യാമറകൾ സ്ഥാപിച്ചത്. ജനവാസ മേഖലയിൽ ചീങ്കണ്ണിക്കുഞ്ഞിനെ കണ്ടത് ആശങ്ക പരത്തി. അതിരപ്പിള്ളി വെറ്റിലപ്പാറ ജംഗ്ഷന് സമീപം തോട്ടിലൂടെയാണ് ചീങ്കണ്ണിക്കുഞ്ഞുങ്ങൾ ജനവാസ മേഖലയിൽ എത്തിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വരന്തരപ്പിള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയ 5 വയസ്സുകാരന് മരുന്നു മാറി നൽകിയതായി പരാതി. മുണ്ടിനീരിന് ചികിത്സ തേടിയ കുട്ടിക്ക് നൽകിയത് പ്രഷറിന്റെ ഗുളിക. ഗുളിക കഴിച്ച് കുട്ടി 3 ദിവസം മെഡിക്കൽ കോളേജിൽ ചികിത്സ കഴിഞ്ഞ ശേഷം സുഖം പ്രാപിച്ചു വരുന്നു. വരന്തരപ്പിള്ളി കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയ പാലപ്പിള്ളി കാരിക്കുളം കുളത്തിലെ വളപ്പിൽ കബീറിന്റെ മകന് ഡോക്ടറുടെ കുറിപ്പോടെ വാങ്ങിയ മരുന്ന് ഫാർമസി ജീവനക്കാർ മാറി നൽകി എന്നാണ് പരാതി. മെയ് 3-നാണ് കബീർ മകനുമൊത്ത് ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിയത്. ഡോക്ടർ കുറിപ്പിലെഴുതിയത് കുട്ടികൾക്കുള്ള വേദനയുടെ മരുന്നായിരുന്നു. എന്നാൽ ഫാർമസിയിൽ നിന്ന് നൽകിയത് മുതിർന്നവർക്കുള്ള ശക്തി കൂടിയ പ്രഷറിന്റെ മരുന്നായിരുന്നു. 3 ദിവസം മരുന്ന് കഴിച്ച കുട്ടിക്ക് ഛർദിയും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. 3 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് കുട്ടിക്ക് ആരോഗ്യം വീണ്ടു കിട്ടിയത്. ആശുപത്രി സൂപ്രണ്ടിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും വീട്ടുകാർ പരാതി നൽകി. മീഡിയ ടൈം, വരന്തരപ്പിള്ളി. പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലിയെ നിരീക്ഷിക്കാൻ വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. പുലി ഇറങ്ങി പശുക്കുട്ടികളെ പിടികൂടിയ പ്രദേശത്താണ് അധികൃതർ ക്യാമറകൾ സ്ഥാപിച്ചത്. ഒരാഴ്ചക്കിടെ 3 തവണ പുലി ഇറങ്ങി 3 പശുക്കുട്ടികളെയും 1 മാനിനെയും പിടികൂടിയ പശ്ചാത്തലത്തിലാണ് വനം വകുപ്പിന്റെ നീക്കം. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് പുലിയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചതിനു ശേഷം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് വനംവകുപ്പിന്റെ ശ്രമം. ഇതിനായി കാരിക്കുളം, മുപ്ലി, കുണ്ടായി എന്നിവിടങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. ഒരാഴ്ചക്കിടെ 3 തവണ പുലി ഇറങ്ങി 3 പശുക്കുട്ടികളെയും 1 മാനിനെയും പിടികൂടിയ പശ്ചാത്തലത്തിലാണ് വനംവകുപ്പിന്റെ നീക്കം. പ്രദേശത്ത് വെള്ളിക്കുളങ്ങര റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന കാരിക്കുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപവും കന്നാറ്റുപാടം സ്കൂളിന് സമീപവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പശുക്കുട്ടിയെ പുലി പിടികൂടിയത്. കാരിക്കുളം പഴയ റേഷൻ കടയ്ക്ക് സമീപം മാനിനെയും പുലി ആക്രമിച്ചിരുന്നു. തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ വൈകിട്ടാണ് പാടികൾക്ക് സമീപം എത്തുന്നത്. രാത്രികാലങ്ങളിൽ കന്നുകാലികളെ പുലി ആക്രമിക്കുന്നതും പതിവാണ്. പുലിയുടെ ആക്രമണം ഭയന്ന് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി പാടികളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഏറെയുള്ള പ്രദേശത്താണ് നിരന്തരം പുലി ഇറങ്ങുന്നത്. 2 ആഴ്ച മുൻപ് കുണ്ടായി ചൊക്കന ഭാഗത്ത് റോഡ് മുറിച്ചു കടന്ന പുലിയെ അതുവഴി വന്ന കാർ യാത്രക്കാർ കണ്ടിരുന്നു. അതേസമയം തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ പ്രദേശത്ത് ഉണ്ടാകുന്നതാണ് പുലി ജനവാസ മേഖലയിലേക്ക് നിരന്തരം എത്താൻ കാരണമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അലഞ്ഞു നടക്കുന്ന കന്നുകാലികളെ മാറ്റി സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജോബിൻ ജോസഫ് വരന്തരപ്പിള്ളി പഞ്ചായത്ത് അധികൃതർക്ക് കത്ത് നൽകി. മീഡിയ ടൈം, വരന്തരപ്പിള്ളി. ജനവാസ മേഖലയിൽ ചീങ്കണ്ണിക്കുഞ്ഞിനെ കണ്ടത് ആശങ്ക പരത്തി. അതിരപ്പിള്ളി വെറ്റിലപ്പാറ ജംഗ്ഷന് സമീപം തോട്ടിലൂടെയാണ് ചീങ്കണ്ണിക്കുഞ്ഞുങ്ങൾ ജനവാസ മേഖലയിൽ എത്തിയത്. ഇന്ന് രാവിലെയാണ് വെറ്റിലപ്പാറയിൽ വരടക്കയം എന്ന സ്ഥലത്ത് തോട്ടിൽ അലക്കാനെത്തിയ സ്ത്രീകൾ തോടിന് സമീപം ചീങ്കണ്ണിക്കുഞ്ഞിനെ കണ്ടത്. ജനവാസ മേഖലയിൽ ചാലക്കുടി പുഴയിൽ വെറ്റിലപ്പാറ ജംഗ്ഷന് സമീപത്തായി വീണ്ടും ചീങ്കണ്ണിക്കുഞ്ഞിനെ കണ്ടെത്തി. വെറ്റിലപ്പാറ 13-ൽ വരടക്കയം തോട്ടിലാണ് ചീങ്കണ്ണിയുടെ കുഞ്ഞിനെ കണ്ടത്. രാവിലെ അവിടെ അലക്കുവാൻ വന്ന സ്ത്രീകളാണ് ചീങ്കണ്ണിക്കുഞ്ഞിനെ കണ്ടത്. പുതുമഴ പെയ്തപ്പോൾ മീൻകുഞ്ഞുങ്ങൾക്കൊപ്പം കരയ്ക്ക് വന്നതാകാമെന്ന് കണക്കാക്കുന്നത്. കുറേ നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും പുഴയിൽ തന്നെ ഇറങ്ങി പോവുകയായിരുന്നു. കഴിഞ്ഞ മാസം ചാലക്കുടി പുഴയിൽ പലയിടങ്ങളിലും ചീങ്കണ്ണിക്കുഞ്ഞുങ്ങളെ കാണപ്പെട്ടിരുന്നു. പുഴയിൽ കുളിക്കാൻ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ പറഞ്ഞു. മീഡിയ ടൈം, ചാലക്കുടി. പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട്
പ്രദേശവാസികൾ പഞ്ചായത്തിന് കത്ത് നൽകി. കൊരട്ടി പഞ്ചായത്ത് തിരുമുടിക്കുന്നിലെ കനാൽ ബണ്ട് റോഡാണ് സഞ്ചാരയോഗ്യമാക്കാൻ ആവശ്യം ഉയരുന്നത്. പരാതി പരിശോധിക്കാൻ കൊരട്ടി പഞ്ചായത്ത് വെള്ളിയാഴ്ച അടിയന്തര യോഗം ചേരും. കൊരട്ടി പഞ്ചായത്ത് 9-ാം വാർഡായ തിരുമുടിക്കുന്നിലെ ഗാന്ധിഗ്രാം ത്വക്കുരോഗാശുപത്രിയുടെ അതിർത്തിയോട് ചേർന്ന് പോകുന്ന പാറക്കടവ് മെയിൻ കനാലിന്റെ വലതുവശത്തെ കനാൽ ബണ്ട് റോഡാണ് സഞ്ചാരയോഗ്യമാക്കാൻ ആവശ്യം ഉയരുന്നത്. പ്രദേശവാസികളുടെ പരാതി പരിശോധിക്കാൻ കൊരട്ടി പഞ്ചായത്ത് വെള്ളിയാഴ്ച അടിയന്തര യോഗം ചേരും. പതിറ്റാണ്ടുകളായി ഇവിടുത്തുകാർ ഉപയോഗിച്ച റോഡാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോലുമാകാത്ത രീതിയിൽ മണ്ണ് മാറ്റി കുഴിയാക്കിയിട്ടിരിക്കുന്നത്. ആശുപത്രിയിലെ അന്തേവാസികളും ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണിത്. സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തരുതെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ സൂപ്രണ്ടുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ പ്രദേശവാസികളുടെ ആവശ്യം അധികൃതർ ചെവിക്കൊണ്ടില്ല. തുടർന്ന് റോഡിൽ നിന്ന് മണ്ണ് മാറ്റി കുഴിയാക്കിയിടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ പഞ്ചായത്തിനെ സമീപിച്ചിരിക്കുന്നത്. മീഡിയ ടൈം, കൊരട്ടി. ആവേശ മോഡൽ പാർട്ടി നടത്തിയ ഗുണ്ട നേതാവ് കുറ്റൂർ അനൂപിനെതിരെ പോലീസ് കേസെടുത്തു. IPC 151 വകുപ്പ് പ്രകാരം കേസെടുത്ത ശേഷം അനൂപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ആവേശം സിനിമയിലെ എടാ മോനെ എന്ന ഹിറ്റ് ഡയലോഗോടെയാണ് സംഘം ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത്. പാർട്ടിയിൽ കൊലക്കേസിൽ പ്രതികളായവരടക്കം പങ്കെടുത്തെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പാർട്ടി സംബന്ധിച്ച് അനൂപിൽ നിന്ന് വിശദമായ മൊഴി പോലീസ് ശേഖരിച്ചു. വിചാരണ തടവുകാരനായ അനൂപ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സന്തോഷത്തിലാണ് ഗുണ്ടാ സംഘം പാർട്ടി നടത്തിയത്. തൃശൂർ കുറ്റൂരിലെ പാടശേഖരത്തായിരുന്നു കുപ്രസിദ്ധ ഗുണ്ടകളടക്കം ആളുകളെ പങ്കെടുപ്പിച്ച് പാർട്ടി. അനൂപിനെ വലിയ ആരവത്തോടെയാണ് സുഹൃത്തുക്കൾ സ്വീകരിച്ചത്. കഴിഞ്ഞ മാസം അവസാനം നടന്ന പാർട്ടിയിലെ ആഘോഷം ഇവർ തന്നെയാണ് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. ആവേശം സിനിമയിലെ എടാ മോനെ എന്ന ഹിറ്റ് ഡയലോഗോടെയാണ് സംഘം ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത്. ഇത് നിരവധി പേർ ഷെയർ ചെയ്തിരുന്നു. പാർട്ടി നടക്കുന്നതിനിടെ പോലീസും സ്ഥലത്തെത്തി. സുഹൃത്തുക്കളുമായി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് അനൂപ് പോലീസിനോട് പറഞ്ഞത്. മീഡിയ ടൈം, തൃശൂർ. മാള അരവിന്ദൻ 9-ാം ചരമവാർഷികവും അനുസ്മരണവും ആദരവും അരവിന്ദ സ്മരണ മെയ് 18 ശനിയാഴ്ച നടത്തുമെന്ന് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വൈകിട്ട് 3:30 VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം ഇന്ദ്രൻസ് മുഖ്യാതിഥിയാകും. മാള അരവിന്ദന്റെ 9-ാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ യോഗം അരവിന്ദ് സ്മരണ 2024 ശനിയാഴ്ച വൈകിട്ട് 3:30 മാള ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കും. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം ഇന്ദ്രൻസ് മുഖ്യാതിഥിയായിരിക്കും. നാടക സംഗീത സംവിധാന രംഗത്ത് 2 തവണ സംസ്ഥാന അവാർഡ് നേടിയ അനിൽ മാളയെ ചടങ്ങിൽ വെച്ച് ആദരിക്കും. കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിന്നും പ്രമുഖ വ്യക്തിത്വങ്ങൾ അനുസ്മരണ പ്രഭാഷണം നടത്തും. കൂടാതെ അനുസ്മരണത്തിന് മുന്നോടിയായി മാള അരവിന്ദൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാളയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ നക്ഷത്രക്കൂട്ടത്തിന്റെ കലാവിരുന്ന് അനുസ്മരണ പരിപാടിക്ക് മുന്നോടിയായി ഉണ്ടായിരിക്കുമെന്ന് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ, സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത്, ഭാരവാഹികളായ PU വിൽസൺ, കിഷോർ അരവിന്ദ്, ഡേവിസ് പാറേക്കാട്ട്, ക്ലിഫി കളപ്പറമ്പത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മീഡിയ ടൈം, മാള. ഇനി നാട്ടിൽ നടന്നത്. കുന്നംകുളം കക്കാടമ്പലത്തിന് സമീപത്തെ കാർ AC സർവീസ് സെന്ററിൽ നിർത്തിയിട്ട കാറിന് തീപിടിച്ചു. ഇന്നലെയായിരുന്നു സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. തീ ആളിപ്പടരുന്നത് കണ്ടതോടെ നാട്ടുകാർ തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായി. തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ B വൈശാഖിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാസേന സംഘം സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. തീപിടുത്തത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും കത്തിനശിച്ചു. ഗുരുവായൂരിൽ KSRTC ബസും മിനി ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 17 പേർക്ക് പരിക്കേറ്റു. രാവിലെയാണ് അപകടമുണ്ടായത്. ആരുടെയും നില ഗുരുതരമല്ല. ആലപ്പുഴയിൽ നിന്ന് പളനിയിലേക്ക് പോകും വഴി ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞു പോവുകയായിരുന്ന മിനി ടൂറിസ്റ്റ് ബസും തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന KSRTC സൂപ്പർ ഫാസ്റ്റുമാണ് കൂട്ടിയിടിച്ചത്.
അന്നമനട മേലടൂരിൽ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു. പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മേലടൂർ മുഴിക്കൽ അപ്പു നായരാണ് ഇന്ന് മരിച്ചത്. ഓട്ടോറിക്ഷ ഡ്രൈവർ മാള പരനാട്ടുകുന്ന് സ്വദേശി അസസ് ഖാൻ അപകട ദിവസം തന്നെ മരിച്ചിരുന്നു. ഈ മേഖലയിൽ അപകടം കൂടുന്നതിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് റോഡ് സേഫ്റ്റി അതോറിറ്റിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. മാള ലയൺസ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചു. ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങ് ലയൺസ് മൾട്ടിപ്പിൾ ചെയർപേഴ്സൺ സുഷമ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ 10 വീടുകൾ റെഡി ആയിട്ടുണ്ട്. അതിൽ 5 വീട് അല്ലേ കൊടുക്കുന്നത്? 7 വീടുകളാണ് ഇന്ന് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇത്രയും മഹത്വപൂർണമായ ഒരു പ്രോജക്റ്റ് ഇനി നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 വീടുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഒരു വീട് ഉണ്ടാക്കാൻ തന്നെ ഓരോ ക്ലബ്ബുകൾ എത്രമാത്രം ബുദ്ധിമുട്ടെന്ന് നമുക്കറിയാം. മണപ്പുറം ഫൗണ്ടേഷനിൽ നിന്ന് നമുക്ക് 2.5 lakhs ആണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള എമൗണ്ട് അത് മുഴുവനും സംഭരിക്കേണ്ടത് ക്ലബ്ബാണ്. ക്ലബ്ബും അതേപോലെ ഏതെങ്കിലും ഇതേപോലെ താല്പര്യമുള്ള സർവീസ് ആക്ടിവിറ്റികൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും വ്യക്തികളെ കണ്ടുപിടിച്ച് അവരുടെ സഹായം തേടിയിട്ട് വേണം വീടുകൾ ഒരുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വീടല്ല, 2 വീടല്ല, 10 വീടുകൾ അതേപോലെ ഒരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സാഹസം തന്നെയാണ്. ക്ലബ്ബ് പ്രസിഡന്റ് ഷീല ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷന്റെ സഹായത്തോടെ നിർമ്മിച്ച ഭവനങ്ങളുടെ താക്കോൽ ദാനം ബെന്നി ബെഹന്നാൻ MP നിർവഹിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി എനോക്കാരൻ 10 വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. ജെയിംസ് വളപ്പില, ജോൺ ചെല്ലക്കുടം, ജോസ് കൊടിയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചികിത്സാ സഹായ വിതരണം, സൈക്കിൾ വിതരണം എന്നിവ നടന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പൂപ്പത്തി യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. പൂപ്പത്തി വ്യാപാര ഭവൻ ഹാളിൽ നടന്ന യോഗം KVVS ജില്ലാ ജനറൽ സെക്രട്ടറി PV വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്തിന്റെ 25% കട്ട് ചെയ്യുക. 25% കട്ട് ചെയ്ത് ഇപ്പൊ പ്രവർത്തിക്കുന്ന സമയത്തിന്റെ 75% ഈ പ്രവർത്തിച്ചാൽ മതി. എങ്ങനെയുണ്ട് ഓഫർ? നല്ലതല്ലേ? കൂടുതൽ നേരം ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തോ. പക്ഷേ ബാക്കിയുള്ള സമയം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ആയിട്ടാണ് ഞാനും ഇവിടെ വന്നത്. ക്ലിയർ ആയോ? എന്താ പേര്? സോമൻ അല്ലേ? സോമന്റെ കാര്യം മനസ്സിലായില്ലേ? ഇവർക്ക് പണി കുറയ്ക്കും. എന്താ പരമേശ്വരന്റെ ഇതിൽ പ്രായമായി. അത് മാത്രമല്ല, അദ്ദേഹം വലിയ സൂപ്പർ മാർക്കറ്റ് പണ്ടത്തെ മാതിരി വിളിച്ചോണ്ട് ഞാൻ പറ്റില്ല. ഞാൻ ചെന്ന് 7:30 പോകുമ്പോൾ അവിടെ സാധനങ്ങൾ വിലയൊന്ന് മൂപ്പറാണ് വിളിക്കാൻ നേരം കിട്ടില്ല. അതിന്റെ പേരിലാണ്. എങ്ങനെ ഈ സമയം കുറച്ച് എഫക്റ്റീവായിട്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിൽ പോകാൻ പറ്റുന്നതാണ്. സബ്കാർ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ KN നജാഹ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം നിർവഹിച്ചു. ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലം ചെയർമാൻ ബിജു വെള്ളാനിക്കാരൻ, TR രാജു, MS രമേശ്, MV ലാലു, B സന്തോഷ്, MP ഫ്രാങ്കോ, PS സൂര്യപ്രകാശ് എന്നിവർ സംസാരിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെയും ദേശീയ ഡെങ്കു ദിനാചരണത്തിന്റെയും ഭാഗമായി തൃശൂർ കളക്ടറേറ്റ് പരിസരത്ത് ശുചീകരണം നടത്തി. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്തു. RGSA കോർഡിനേറ്റർമാർ ശ്രീ കേരള വർമ്മ കോളേജ്, പാറമേക്കാവ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, സെന്റ് തോമസ് കോളേജ് എന്നിവിടങ്ങളിലെ NSS വോളണ്ടിയർമാർ, കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, കളക്ടറേറ്റിലെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മാള ഗ്രാമപഞ്ചായത്ത് മഴക്കാല പൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി അവലോകന യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. മാള സർക്കാർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശ സേവ്യർ, ഹെൽത്ത് സൂപ്പർവൈസർ KA ജയൻ എന്നിവർ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജലീൽ മാലിന്യമുക്ത നവകേരള ശുചീകരണ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ, ജോയ് നെല്ലിശ്ശേരി, ഡിങ്കൻ, രത്നാകരൻ, വ്യാപാരി വ്യവസായ പ്രതിനിധി, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ആശാപ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ
തൊഴിലുറപ്പ്, കുടുംബശ്രീ, ആശുപത്രി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ ഡെങ്കിപ്പനി ദിനാചരണം നടത്തി. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി ദിനാചരണവും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആതിര ദേവരാജ്, വൈസ് പ്രസിഡന്റ് സൗമ്യ മണിലാൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജേഷ് കെ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഷിത രമേശ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെറിൻ ബെന്നി, ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജിത്ത് ഗോപിനാഥ്, പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ ലില്ലി പി എ, തങ്കബായ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. വരന്തരപ്പിള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയ 5 വയസ്സുകാരന് മരുന്ന് മാറി നൽകിയതായി പരാതി. മുണ്ടിനീരിന് ചികിത്സ തേടിയ കുട്ടിക്ക് നൽകിയത് പ്രഷറിന്റെ ഗുളിക. പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലിയെ നിരീക്ഷിക്കാൻ വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. പുലി ഇറങ്ങി പശുക്കുട്ടികളെ പിടികൂടിയ പ്രദേശത്താണ് അധികൃതർ ക്യാമറകൾ സ്ഥാപിച്ചത്. ജനവാസ മേഖലയിൽ ചീങ്കണ്ണിക്കുഞ്ഞിനെ കണ്ടത് ആശങ്ക പരത്തി. അതിരപ്പള്ളി വെറ്റിലപ്പാറ ജംഗ്ഷന് സമീപം തോട്ടിലൂടെയാണ് ചീങ്കണ്ണിക്കുഞ്ഞുങ്ങൾ ജനവാസ മേഖലയിൽ എത്തിയത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.